ഹായ് ഫ്രണ്ട്സ്, വായിച്ചതും വായിക്കേണ്ടതും മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പത്രങ്ങളിലൂടെ, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെയുള്ള പത്രങ്ങളിലൂടെ നമ്മൾ ഓട്ടപ്രദർശനം നടത്തുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ കൂടുതൽ ഇതിനകത്ത് ഊന്നൽ കൊടുക്കുന്നത് പൊതുവിജ്ഞാനത്തിനാണ്. കാരണം UPSC പരീക്ഷ എഴുതുന്ന കുട്ടികൾ, അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അവർക്കാണ് കൂടുതൽ ഊന്നൽ. ബാക്കി പൊതുവാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, എങ്കിലും ആ വാർത്തകൾക്ക് ഊന്നൽ. അതോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വാർത്തകളുടെയും ലിങ്ക് തൊട്ട് താഴെ, വീഡിയോയുടെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ആ വാർത്ത വിശദമായിട്ട് വായിച്ച് കൂടുതൽ അറിവ് നേടാൻ സാധിക്കും. ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ഹെഡിങ്ങുകളാണ്. അത് 23-ലെ മലയാള മനോരമ മാതൃഭൂമി ജലീലിനെ കുറിച്ചാണ്, മന്ത്രി ജലീലിനെ കുറിച്ചാണ് ഈ വാർത്തകളൊക്കെ. അത് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും കാര്യമായിട്ട് നമ്മൾ അത് ചർച്ച ചെയ്യുന്നില്ല. വെറുതെ ഈ ഒരു പത്രം, ഒരാഴ്ചത്തെ പത്രം നമ്മളൊന്ന് കാണുന്നു. കേരള കൗമുദി 23-ാം തീയതി ജലീലിനെതിരെ കേന്ദ്രാന്വേഷണമെന്നാണ്. തൊട്ടിപ്പുറത്തൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൻ്റെ മസിലിനു മുന്നിൽ ടൊവിനോയും പിതാവ് തോമസും അവര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു പടമാണ്. പിന്നെ സൺഡേ ടൈംസ്, ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് ഇന്ത്യൻ സൺഡേ ടൈംസിൽ നിന്നൊരു വാർത്തയുള്ളത് കൊണ്ടാണ് സൺഡേ ടൈംസ് കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പടം. പ്രധാനമന്ത്രി ഒരു മയിലിന് തീറ്റ കൊടുക്കുന്നതാണ്. വളരെ നല്ല രസകരമായ ഒരു പടമാണത്. പിന്നെ മാതൃഭൂമിയിലെ ദിവസങ്ങളിലെ മറ്റു പത്രങ്ങളിലെ വാർത്തയൊക്കെ നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട രാജിക്ക് തയ്യാറായ സോണിയാഗാന്ധി പദവി ഒരുങ്ങുന്നു. കേരള കൗമുദിയിൽ വീണ്ടും മയിലിന്റെ ചിത്രം പ്രധാനമന്ത്രിയുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും സോണിയയാണ്, ടൈംസ് ഓഫ് ഇന്ത്യയിലെ സോണിയയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിൽ നമ്മൾ അതിൽ നിന്നൊരു വാർത്ത എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് ഹിന്ദു ഉണ്ട്. വീണ്ടും മലയാള മനോരമ 25 അവിശ്വാസ പ്രമേയത്തെ കുറിച്ചാണ്. വിശ്വാസം തുടരാൻ, സമ്മതം തുടരാൻ, പ്രസംഗം, ഇതെല്ലാം നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദീപിക 25 വാർത്തകൾ ഏതോ ഒരുപോലെയാണ്. അവിടെ ഒരു പ്രത്യേകതയുള്ളൊരു വാർത്ത 25-ാം തീയതിയിലെ കേരള കൗമുദിയാണ്. 25-ാം തീയതിയിലെ കേരള കൗമുദിയിൽ നമ്മൾ കാണുന്നത്, ടീച്ചറാകാൻ സ്വപ്നം കണ്ട ഡോക്ടർ സുധ ഇപ്പോഴും തൊഴിലുറപ്പിലാണ്. ഈ ടീച്ചർ MA ഹിന്ദിയിൽ, MA, MPhil, PhD ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് നടത്തുക. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വായിക്കേണ്ട വാർത്തയാണ്. ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്ര നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കണം ഒരാൾ MPhil ചെയ്യുന്നത്, പിന്നെ PhD ചെയ്യുന്നത്, ഡോക്ടറേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്തിട്ടും അവർ ജീവിക്കാൻ ഇപ്പോഴും ഒരു കൂലിപ്പണി അല്ലെങ്കിൽ തൊഴിലുറപ്പ് ചെയ്യുന്നു. പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. പിന്നെ ഈ ആഴ്ചയിൽ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായി. അതിൻ്റെ ഒരു പ്രത്യേക ഒരു വാർത്ത, പെരിയ ഇരട്ടക്കൊല. ആ 2 ചെറുപ്പക്കാരെ താഴെ കൊടുത്തിട്ടുണ്ട്, കൃപേഷും ശരത് ലാലും. അവരെ വധിച്ച് അതിന് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ആ ഒരു പത്രത്തിന്റെ ഒരു ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കണ്ടോ? തകർന്ന 5 നിലയ്ക്കടിയിൽ 19 മണിക്കൂർ. 5 നില തകർന്നപ്പോൾ ആ കൊച്ചുകുട്ടി മാത്രം അവശേഷിച്ചു. ബാക്കി അവൻ്റെ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഒക്കെ മരിച്ചുപോയി. അത് അതിൻ്റെ അടിയിൽ കിടന്നു. അവൻ 19 മണിക്കൂർ അവിടെ സർവൈവ് ചെയ്ത് അവിടെ കിടന്നു. ആ കൊച്ചിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ആ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലേ? അത് നമ്മളൊന്ന് വെറുതെ കാണുക. വീണ്ടും തീയെക്കുറിച്ചാണ്. 26 ദീപിക സെക്രട്ടേറിയറ്റ് തീപിടുത്തം, അത് തന്നെയാണ്. ഹിന്ദു, മലയാള മനോരമ സമഗ്ര അന്വേഷണം വേണമെന്ന് മന്ത്രിമാർ പുകമറ നീക്കണം. മാതൃഭൂമി മാറാതെ ദുരൂഹത. ഇവിടെ ഈ കേരള കൗമുദിയിലും മനക്കണക്കിന്റെ ലോകമാന്ത്രികനായ ഭാനുപ്രകാശ് നോക്കി ഭയങ്കര ശകുന്തളാദേവിയുടെ തൊട്ട് ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. കണക്കിന്റെ ഏറ്റവും വലിയ ഉസ്താദുക്കളായിരുന്നു. യാതൊരു കാൽക്കുലേറ്ററും ഇല്ലാതെ ഇത്രയും വലിയ സംഖ്യ പോലും കണക്ക് കൂട്ടാൻ അവർക്ക് സാധിക്കുമായിരുന്നു. പിന്നെ ഹിന്ദു, മലയാള മനോരമ, മാതൃഭൂമി, ദീപിക, കേരള കൗമുദി. അതിൽ കേരള കൗമുദിയിലെ ഒരു വാർത്ത, നവജാത ശിശുവിനെ കൊന്നത് മാനക്കേടെന്ന് ഭയന്ന യുവതി. പ്രണയമൊക്കെ എത്തിച്ചേരുന്നൊരവസ്ഥയാണ്. ബാങ്കിലെ സഹപ്രവർത്തകൻ, ആ കൊച്ചിൻ്റെ ഉത്തരവാദി, അവിവാഹിതയായ പെൺകുട്ടി,
ആ കുട്ടി സ്വന്തം കുഞ്ഞിനെ ജനിച്ചപ്പോഴേ ഹോസ്റ്റൽ മുറി വെച്ച് കൊന്നുകളഞ്ഞു. അതിൻ്റെ വാർത്തയാണത്. പിന്നെ ഹിന്ദു, മലയാള മനോരമ, ഇന്നത്തെ പത്രം 29 മാതൃഭൂമി. ഇപ്പോൾ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടതാ. സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് പരീക്ഷ എഴുതാതെ ജയിക്കാനാവില്ല, നിങ്ങളെ ഓൾ പ്രൊമോഷൻ നിങ്ങൾക്ക് തരാനാവില്ല, പരീക്ഷയില്ലാതെ വിജയിപ്പിക്കാനാവില്ല. അതാണ് കോടതി പറയുന്നത്. കേരള കൗമുദി. ഇവിടെ ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്നത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഞാൻ എടുക്കാൻ കാരണം നമ്മുടെ ഒരു വാർത്ത ശ്രദ്ധിച്ചാൽ മതി. കോൺഗ്രസ് അറ്റ് ഹിസ്റ്റോറിക് ലോ നീഡ്സ് 24/7 ലീഡർ സിബൽ. കപിൽ സിബൽ എന്നറിയപ്പെടുന്ന ആള് കോൺഗ്രസിന്റെ വലിയൊരാളാണ്. നമുക്ക് ആ രാഷ്ട്രീയ വാർത്തയിലല്ല പ്രാധാന്യം, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം അതിലല്ല. അതിലുപരിയായിട്ട് അത് കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ഉണ്ട്. 24/7 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ദിവസത്തിന് 24 മണിക്കൂർ, ഒരാഴ്ച 7 ദിവസം, ഒരാഴ്ച 7. അതായത് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരാൾ നമുക്കുണ്ടാവണം ലീഡറായിട്ട്. അപ്പം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. 24/7 ആയിരിക്കണം നമ്മുടെ ജീവിതം. എപ്പോഴും നമ്മളെ സജീവമായിരിക്കണം. നമുക്ക് തന്നെ ഒരു മാതൃകയായിട്ട് നമ്മൾ തന്നെ ഉണ്ടാവണം. നമുക്കൊരു സജഷൻ കൊടുക്കാനും നിർദ്ദേശം കൊടുക്കാനും നമ്മൾ തന്നെ ലീഡറായിട്ട് ഉണ്ടാവണം. അങ്ങനെ എപ്പോഴും ഒരു ആക്റ്റീവ് ആയിരിക്കുക. സത്യത്തിൽ അതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹിന്ദുവിലെ ഒരു വാർത്ത, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. റിയലിസം ഷുഡ് ഷേപ്പ് ഇന്ത്യസ് ചൈനാസ് പോളിസി. അദ്ദേഹം സെപ്റ്റംബർ മാസത്തിൽ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. അത് വായിച്ചിരിക്കുന്ന നല്ലൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി. റിയലിസം. എന്താ റിയലിസം എന്ന് പറയുന്നത്? റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ്. അതാണ്. ഇപ്പം എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഞാൻ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ ആകെ 5 രൂപയെ പോക്കറ്റിനകത്തുള്ളൂ. എന്നാലും ഞാൻ പറയുകയാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പം പോകാൻ പറ്റുകയില്ല. അതൊരു റിയലിസമാണ്. 5 രൂപയെ കയ്യിലുള്ളൂ. അപ്പം കൃത്യമായിട്ട് ഓർക്കണം, നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം. ഇന്ത്യ ചൈനയെ യുദ്ധത്തിൽ തോൽപ്പിക്കും എന്നാരെങ്കിലും പറയുമോ നമുക്കറിയത്തില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒരു വാക്ക് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ടങ്ങ് കാണുക. അതിന് പകരം വെറുതെ ഇല്ലാത്ത സ്വപ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. പക്ഷെ സ്വപ്നം കാണുന്നതിന് തെറ്റൊന്നുമില്ല. ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് അനുരൂപപ്പെടുത്തലാണ്, അഡ്ജസ്റ്റബിലിറ്റി എന്ന് പറയുന്ന വാക്ക്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇവിടെ എന്താ അതിന്റെ പ്രത്യേകത? ആ ഒരു മതില്, അതിൽ എത്രയോ പലതരം കല്ലുകളുണ്ട് അല്ലേ? ആ കല്ലുകളൊക്കെ ചേരേണ്ടടുത്ത് ചേർത്ത് വെച്ചിരിക്കുക. ചില കല്ലുകളൊക്കെ വളരെ ചെറുതാണ്, പക്ഷെ അതില്ലാതെ ആ ഒരു നല്ലൊരു മതിലുണ്ടാവില്ല. എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു ഗുണമാണ് അഡ്ജസ്റ്റബിലിറ്റി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ കാണുന്നത് ആലപ്പുഴയിലാണ്. ഗവൺമെന്റ് ഡോക്ടർമാരും മറ്റുള്ളവരും ഒക്കെ ആശുപത്രിയിലേക്ക് വന്ന ഉപകരണങ്ങൾ ഇറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് 16,000 രൂപയാണ് ചോദിച്ചത്. ഡോക്ടർമാരും അവിടെയുള്ള കമ്പൗണ്ടർമാരും നേഴ്സുമാരും ഒരുമിച്ച് പറഞ്ഞു, നിങ്ങൾ ഇറക്കണ്ട, ഞങ്ങൾ ഇറക്കിക്കൊള്ളാം. അപ്പം ഞാൻ MBBS ആണ്, MD ആണ് എന്നൊന്നും ഡോക്ടർമാർ വിചാരിച്ചില്ല. അവർ നന്നായിട്ട് ഇറക്കിയത് ആ ഉപകരണങ്ങൾ മുഴുവൻ. വെറുതെ 16,000 രൂപ എടുത്ത് ഒരാൾക്ക് തന്നെ കൊടുക്കുന്നത്, ഇവർക്ക് ഇറക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ അഡ്ജസ്റ്റബിലിറ്റി നടത്തി. എന്ന് പറഞ്ഞാൽ ഡോക്ടർ അന്ന ഭാവത്തിൽ ഇരുന്നില്ല. അന്നേരം തന്നെ ഒരു കൂലിപ്പണിക്കാരനെ പോലെ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റബിലിറ്റി ജീവിതത്തിൽ വേണം. എപ്പോഴും ഞാൻ കസേരയിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ, എപ്പോഴും കട്ടിലേലേ കിടക്കുകയുള്ളൂ, എപ്പോഴും ഊഞ്ഞാക്കട്ടിലേലേ ആയിരിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയല്ല. ഏത് അവസരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക. നിലത്ത് കിടക്കണമെങ്കിൽ നിലത്ത് കിടക്കാൻ പറ്റുക. ഈ ഡോക്ടറാണ് എന്ന് വിചാരിച്ച് ഒരുപക്ഷെ തൂമ്പ എടുക്കണമെങ്കിൽ എന്നാൽ എടുക്കേണ്ടി വരിക. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഇറക്ക കൂലിക്കുന്നത് കോവിഡ് എന്നൊരു റിപ്പോർട്ട് മലയാള മനോരമയിൽ കാണാം. പിന്നെ നൃശംസത, ആനിമാനിറ്റിയായിട്ട് ബന്ധപ്പെട്ട് UPL കൗമാരക്കാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ഓർക്കണം, ഈ 10-14 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മാത്രമല്ല, അതിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും നാക്ക് മുറിക്കുകയും ചെയ്തു. ആനിമാനിറ്റി, മൃഗീയത. വാർത്ത നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവിന് മരണം വരെ കഠിന തടവ്. നോക്കാം, മൃഗീയത. വേറൊരു വാർത്ത, 11 വർഷം 5000-ലേറെ തവണ പീഡനം. 143 പേർക്കെതിരെ 25 പേരുടെ പരാതി. മൃഗീയത.
ഏതൊരു മനുഷ്യനിലും. അടുത്ത് നമ്മൾ കാണുന്നത് പൊങ്ങച്ചം, ബോസ്റ്റിംഗ്. പൊങ്ങച്ചവുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ട ലേഖനമാണ് നമ്മുടെ കെ ജയകുമാറിന്റെ കോവിഡ് കഴിഞ്ഞാലും മറക്കരുതേ ശീലം. ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഇതിന്റെ എല്ലാം ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്, സമയം പോലെ ഒന്ന് വായിക്കുക. നല്ലൊരു ലേഖനമാണ്. പിന്നെ നമ്മൾ കാണുന്ന COVID-19 കോവിഡുമായി ബന്ധപ്പെട്ട ഈ ആഴ്ചത്തെ വാർത്തകൾ. ഒന്ന് നമ്മൾ വായിച്ചിരിക്കേണ്ട ഡോക്ടർ ടി ജേക്കബ് ജോണിന്റെ പരാജയ ഭീതിയിൽ പിന്തിരിയരുത് എന്നൊരു വാർത്തയാണ്. അപ്പൊ ഒന്ന് വായിക്കാം. പിന്നെ ഉള്ളത് കോവിഡ് വ്യാപനം തടയാൻ ഫലപ്രദം N95 മുഖാവരണം എന്ന ഗവേഷകർ. അപ്പൊ നമ്മൾ മുഖാവരണം വാങ്ങിക്കുമ്പോൾ N95 മുഖാവരണമാണ് കോവിഡ് തടയാൻ ഏറ്റവും നല്ലതെന്ന് ആ ലേഖനം ആ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ ദീപികയിൽ വന്ന വാർത്തയനുസരിച്ച് തൊടുപുഴ ഇടുക്കി രൂപത ബിഷപ്പ് 5 വൈദികർ ഉൾപ്പെടെ ജില്ലയിൽ 49 പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു എന്നൊരു വാർത്ത. പിന്നെ ക്രിയാത്മക വിമർശനമാണ്. എന്താ ക്രിയാത്മക വിമർശനം? കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പം അല്പം ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അന്താരാഷ്ട്ര വാർത്തകൾ അറിയാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ല അറിയാവുന്ന ആളാണ് നിങ്ങളെങ്കിൽ, ഈ ചിത്രത്തിലെ വ്യക്തി ആരാണെന്ന് മനസ്സിലാവും. ഇതാരാണെന്ന് ചോദിച്ചാൽ ആരാണെന്നായിരിക്കും പറയുക? ഇത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. അദ്ദേഹം ഒരാൾക്ക് വിഷം കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ എതിരാളിയെ, പുള്ളിയെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്ന ആളെ വിഷം കൊടുത്തു. അങ്ങനെ അദ്ദേഹം അവശനിലയിലായി എന്നൊരു വാർത്തയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് അലക്സി നവൽനി എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. താല്പര്യമുള്ളവര്, രാഷ്ട്രീയവും മാത്രമല്ല അന്താരാഷ്ട്ര കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ക്രിയാത്മകമായി ഒരാൾ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഒരുപക്ഷെ ശ്രമിച്ചെന്ന് വരാം. ഇതിപ്പം പുടിൻ വിഷം കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, അങ്ങനെ പറയപ്പെടുന്നു. എന്തുമാവട്ടെ, നമുക്കതിൽ നിന്ന് കിട്ടേണ്ട ഒരു സന്ദേശമുണ്ട്. നമ്മളെ ഒരാൾ ക്രിയാത്മകമായിട്ട് വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കുകയല്ല എന്ന ഒരർത്ഥമാണ്. പിന്നെ വന്നിരിക്കുന്ന എല്ലാ വാർത്തകളും, ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിരിക്കുന്ന ആ ഒരു വാർത്ത, അതിൻ്റെ അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ വായിച്ചാൽ മതി. കാരണം ഇപ്പം നല്ല ഇംഗ്ലീഷാണ്, കട്ടിയുള്ള ഇംഗ്ലീഷാണ്. ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഒരു എഴുത്തെഴുതിയപ്പോൾ, അല്ലെങ്കിൽ അവരെ ആ എഴുത്തെഴുതിയവരെ വിമർശിക്കുകയും അവരെ എന്താണ് എഴുതിയത് എന്നതിനുപരിയായിട്ട് എഴുതിയതിന്റെ പേരിൽ അവരെ വിമർശിക്കുക ചെയ്യുന്നൊരു മനോഭാവം, ഇത് നമ്മുടെയൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമ്മളെ ഒരാൾ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മേലധികാരികളെ വിമർശിക്കുമ്പോൾ നമ്മളെ ആരാ എഴുതിയതെന്നാണ് നോക്കുന്നത്, ആരാ പറഞ്ഞതെന്ന് നോക്കുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും കഥയുണ്ടോ നോക്കില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട വളരെ കുറേ നല്ല ലേഖനങ്ങൾ ഞാൻ ഓർക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന എല്ലാ ഇംഗ്ലീഷ് പത്രത്തിലും വന്നിരിക്കുന്ന ആശയം ഒന്ന് തന്നെയാണ്. അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ആ എഴുത്തങ്ങനെ എഴുതിയതുകൊണ്ട് എന്താ പ്രശ്നം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ലീഡർ വേണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ലെറ്ററാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അല്പം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ലേഖനങ്ങളെല്ലാം ഒന്ന് വായിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇനി ഇതൊന്നും പറ്റിയതിൽ ഏറ്റവും കുറഞ്ഞത് മാതൃഭൂമി വന്നിരിക്കുന്ന PSCയുമായി ബന്ധപ്പെട്ട ഈ ഒരു ലേഖനം, ഈ എഡിറ്റോറിയലെങ്കിലും വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ എഡിറ്റോറിയലിൽ വ്യക്തമായിട്ടും നന്നായിട്ടും വ്യക്തമായിട്ട് നമുക്ക് ഒരാളെ വിമർശിക്കേണ്ടതിൻ്റെ ആവശ്യകത, വിമർശനം ഏറ്റുവാങ്ങേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൻ്റെ അത് വായിക്കാം. പിന്നെ വാചകമേളയിൽ ടി പത്മനാഭൻ, നമ്മുടെ അറിയപ്പെടുന്ന നോവലിസ്റ്റ്, പറയുന്നൊരു കാര്യമാണ്. നോവലിസ്റ്റ് അല്ല, പുള്ളി ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന ചെറുകഥകളാണല്ലോ. വെളിച്ചം പരത്തുന്ന പെൺകുട്ടിയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, മിത്രങ്ങളെക്കാൾ ശത്രുക്കളാണ് കൂടുതൽ. പ്രശസ്ത നിരൂപകൻ M. തോമസ് മാത്യു പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. ഒരു ദിവസം ഒരു ശത്രുവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പത്മനാഭന് ഉറക്കം വരില്ലെന്ന്. M. തോമസ് മാത്യു അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകനാണ്. അദ്ദേഹം ഈ പത്മനാഭനെ കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഒരു ശത്രുവിനെയെങ്കിലും പത്മനാഭൻ സൃഷ്ടിക്കും. കാരണം എന്നാ, എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറയും. അത് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച പോലെ വരില്ല, അത് എഴുത്തുകാരനായാലും അല്ലെങ്കിലും. എന്നുപറഞ്ഞാൽ അദ്ദേഹം എല്ലാത്തിനും വിമർശിക്കും. അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും ഒരു ശത്രുക്കളുണ്ടാവും. നമ്മളൊരാളെ വിമർശിച്ചാൽ തീർച്ചയായിട്ടും ശത്രുത നമുക്ക് കിട്ടും. ഉള്ള കാര്യം പറയുന്നതിന് പകരം ഇന്ന് നമ്മൾ ആ കവിത വായിച്ചതുപോലെ മരങ്ങളെ, ആൽമരത്തെ കണ്ടിട്ട് ബോൺസായി ആൽമരമാണെന്ന് പറഞ്ഞാൽ ആരും നമ്മളെ വിമർശിക്കുകയില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളതുപോലെ പറയുമ്പോൾ ഒരു ശത്രുവെങ്കിലും നമുക്ക് ഉണ്ടാകുമെന്ന് ഈ വാചകങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ മരണവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ലേഖനം മാതൃഭൂമി 24 ഓഗസ്റ്റ് വന്നിട്ടുണ്ട്. ഡോക്ടർ M. രാജഗോപാലിൻ്റെ. താല്പര്യമുള്ളവർക്ക് വായിക്കാം.
പിന്നെ വന്നിരിക്കുന്ന സംവാദമാണ്, ഡിബേറ്റ്. ഡിബേറ്റുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ഒരു ലേഖനമാണ്, എഡിറ്റോറിയലാണ് മാതൃഭൂമി 26-ാം തീയതി വന്നിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ തുടരേണ്ട മാതൃക എന്നാണ് അതിൻ്റെ പേര്. നിങ്ങളുടെ സംവാദം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ചർച്ചകൾ. അങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളാണ്, നിങ്ങൾ നല്ല സംവാദത്തിലൊക്കെ ഏർപ്പെടുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ വായിച്ചിരിക്കേണ്ട ഒരു നല്ല ലേഖനമാണ് ആ ലേഖനം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച വന്നിരിക്കുന്ന വാർത്തകൾ, ഒന്ന് എസ് സുധീഷ് ഷണായിയുടെ നിരീക്ഷണം തന്നെ പഠനം. ശരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലാസ് ഇട്ടപ്പം പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നയാളെ വിജ്ഞാനിയാണെന്ന് പറയാനിടയായി. എന്നതുപോലെ നിരീക്ഷണം നടത്താൻ പറ്റും, ഒബ്സർവേഷനാണ്. സയൻസ് പഠിക്കുന്ന ആളാണ് പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. അതാണ് അതായത് ഇവിടെ പറയുന്നത്, നിരീക്ഷണം തന്നെ പഠനം. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണത്. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു ഇതാണ്, അസംഷൻ that India's rise to superpower status is predestined has led to hubris. Aspirations must be matched with the capabilities. ഈ ഒരു ലേഖനം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങളുടെ കഴിവ് ഭയങ്കരമായ കഴിവാണ്, നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആസ്പിറേഷൻസ് മസ്റ്റ് ബി മാച്ച്ഡ് വിത്ത് കേപ്പബിലിറ്റീസ്. എനിക്ക് ഭയങ്കരമായിട്ട് ആനെ ഇടിച്ചു പിടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഞ്ഞി കുടിച്ചിട്ട് 10 ദിവസമായി, എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് വേണ്ട ഞാൻ ആന ഇടിക്കാൻ. അപ്പം എന്നതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ. ഭയങ്കര കഴിവ്, ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹങ്ങളാണ്, പക്ഷെ അതിനുള്ള കഴിവില്ല. അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു ലേഖനമാണത്. സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ അത്യാവശ്യം വർക്കിംഗ് നോളജ് ഇംഗ്ലീഷ് ഭാഷയിലുണ്ടെങ്കിൽ വായിച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു BSc നഴ്സിംഗിനൊക്കെ പോകുന്നവർ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം നോക്കി കൊടുത്തിരിക്കുന്നത്, പെൺകുട്ടികൾക്ക് വാർഷിക ഫീസ് 250 രൂപ മാത്രമേ ഉള്ളൂ ഈ കോളേജിൽ. ഒരു നല്ല കോളേജാണ്. ഇപ്പം നിങ്ങൾ ആരും നേഴ്സിംഗിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, സമയം കഴിയാൻ തോന്നുന്നു, അടുത്ത വർഷമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഉള്ളത് MG ബിരുദ പ്രവേശനത്തിന് റെക്കോർഡ് അപേക്ഷകരായി ഈ വർഷം. അത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ, ഏറെയും കൊമേഴ്സിനാണ്. സയൻസും ഒന്നും അല്ല മനുഷ്യർ കൂടുതലാണ്. ഞങ്ങൾ ഒരാഴ്ച ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്നലെ വന്ന കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണത്, കൊമേഴ്സ്. പിന്നെ വേറൊരു രസകരമായ ചിന്തിക്കേണ്ട വാർത്ത ഇതാണ്, എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബിരുദധാരികളിൽ തൊഴിലില്ലായ്മ രൂക്ഷം. അതായത് ആയിരക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും തൊഴിലൊന്നുമില്ലാതെ വിഷമിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്നൊക്കെയുള്ള കാര്യം ആ വാർത്തയിൽ നിന്ന് വായിക്കുന്ന നല്ലതാണ്. അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഒരു രസകരമായിട്ട് അതിരമ്പുഴയിൽ മണിമല സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ ക്യൂബിക്കിളിലായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാതെ നോക്കിയത് അവർ ചെയ്യുന്നുണ്ട്. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ആ രീതിയിലായിരിക്കും ഒരു ക്ലാസ്. അവർ ഏത് നിമിഷവും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവരെല്ലാം പ്രിപ്പയർഡാണ്. അതൊക്കെ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കണം അല്ലേ? നോക്കി അതൊക്കെ ആ അച്ഛനും കൊച്ചച്ഛനും അല്ലെങ്കിൽ അവിടുത്തെ അദ്ദേഹം സ്കൂളിന്റെ മാനേജറാണ്. സ്കൂൾ എപ്പം ഗവൺമെന്റ് തുറക്കാമെന്ന് പറയുന്നു അന്നേരത്തിന് അവർ റെഡിയാണ്. നമ്മളെ പല സ്കൂളുകളിലും അങ്ങനെയല്ല, സ്കൂള് തുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നീണ്ടങ്ങ് പോകും, ആടി തൂങ്ങിയൊക്കെ വരും. പക്ഷെ അതിന് മുമ്പ് തന്നെ അവർ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുക. ഇതാണ് ദീർഘവീക്ഷണം എന്ന് പറയും. ആ ഒരു കാര്യം നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കാം. നേരത്തെ തന്നെ അവർ ഒരുങ്ങി. അടുത്തത് നമ്മൾ വായിച്ചിരിക്കേണ്ട, കുട്ടികളാണെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ശശി തരൂറിന്റെ ലേഖനമുണ്ട്, നല്ലതാണ്. അത് മാതൃഭൂമി 29 ഓഗസ്റ്റാണ്. ശശി തരൂറിന്റെ നീട്ടിവെക്കണം JEE പരീക്ഷകൾ. പിന്നെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു വാർത്ത ഇതാണ്, എലോക്യൂഷൻ എന്ന് പറയും, ഇംഗ്ലീഷ് എലോക്യൂഷൻ എന്ന് പറയാം. ലാറയ്ക്ക് തെറ്റി അത് ലിങ്കൺ പറഞ്ഞതല്ല. ഈ ലാറ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലാറ പറഞ്ഞു, നമ്മുടെ എബ്രഹാം ലിങ്കൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എബ്രഹാം ലിങ്കൺ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആൾ ചമ്മിപ്പോയി. പുള്ളി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇത്രയും വലിയൊരു ആളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു അബ്രഹാം ലിങ്കൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അബ്രഹാം ലിങ്കൺ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പ്രസംഗത്തിൽ ഓർക്കണം, വല്ലവരും അതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ വെച്ചലക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അത് സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതും ഇതും ചുമ്മാ വിളിച്ച് പറയരുത്.
പിന്നെ മികവ് എക്സലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു ലേഖനം എൻ്റെ മനസ്സിൽ വന്ന ലേഖനം ഇതാണ്. 88 ലക്ഷം പോയ വഴി കണ്ടോ. തൊട്ടിപ്പുറത്തെ 2 ചെറുപ്പക്കാർ, ഞാൻ കഴിഞ്ഞ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പെരിയ എന്ന് പറയുന്ന നമ്മുടെ ഈ 2 ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് 88 ലക്ഷം രൂപ അഡ്വക്കേറ്റ്സിന് കൊടുത്തതാണ്. 2 അഡ്വക്കേറ്റ്സിനായിട്ട് കൊടുത്തതാണ് 88 ലക്ഷം രൂപ. ഞാനിവിടെ എക്സലൻസ് എന്ന് പറയാൻ കാരണം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു അഡ്വക്കേറ്റിന് 88 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അയാളുടെ ആ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാവും, അല്ല എത്രമാത്രം കഴിവുണ്ടാവും. അവൻ താൻ നിൽക്കുന്ന മേഖലയിൽ, അഡ്വക്കേറ്റ് മേഖലയിൽ എൻ്റെ എക്സലൻസ്, മികവ് കാണിച്ചിട്ടായിരിക്കും ഇദ്ദേഹത്തിന് ഇത്രയും പൈസ കിട്ടിയത്. വേറെ അഡ്വക്കേറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളായിരിക്കുന്ന മേഖലയിൽ നമ്മൾ എത്രമാത്രം മികവുള്ളവരാകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാർത്ത ഇവിടെ എടുത്തിട്ടത്. അത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അടുത്ത വാർത്ത നമ്മൾ കാണുന്നത് വ്യാജ വാർത്തകളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നല്ലതാണ്. ഈ വാർത്തയെന്ന് വായിക്കണം. ആ കൊടുത്തിരിക്കുന്ന പൂക്കളൊക്കെ കണ്ടോ? നമ്മൾ പറയും അത്ഭുതകരമായിരിക്കുന്നു. ഇതൊന്നും പൂക്കളല്ല, ഇതൊക്കെ ചുമ്മാതെ തട്ടിപ്പാണ്. നമ്മളിപ്പോൾ ഈ പൂ ഒരാൾക്ക് അയച്ചു കൊടുത്തു. തൊട്ടപ്പുറത്തുണ്ട് ഒരു പാമ്പിൻ്റെ പോലത്തെ ഒരു പടം, ഒരു പൂവിനെ കൊടുത്തേക്കുന്നുണ്ടോ? നാഗപുഷ്പം എന്നാണ് കൊടുത്തേക്കുന്നത്. അത് നാഗപുഷ്പമല്ല. ഇങ്ങനെയുള്ള തട്ടിപ്പ് വാർത്തകളൊക്കെ വരും, വിശ്വസിക്കരുതെന്ന് അർത്ഥം. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ അധികം ശ്രദ്ധിക്കാത്ത ഒരു വാർത്തയാണ് ഈ കെ നാരായണക്കുറുപ്പിന്റെ ജീവിതത്തിന്റെ കാതൽ. അദ്ദേഹം പണ്ട് കിടങ്ങൂർ MLA ആയിരുന്നു. കെ നാരായണക്കുറുപ്പ് MLA ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരിച്ചു. അപ്പോൾ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നല്ല കുഞ്ഞു ലേഖനമാണ്. ലേഖനമല്ല, അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു ഭാര്യ ഭർത്താവ് അവർ തമ്മിലുള്ള സ്നേഹമൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഭാര്യ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഭർത്താവ് ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ബാലിശ വർത്തമാനങ്ങളുണ്ട്. ഫ്രിവലസ് ടോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താ ഫ്രിവലസ് ടോക്ക് എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പൊ ഈ പത്രമാധ്യമങ്ങളിൽ ഏത് പത്രം എടുത്താലും മലയാളത്തിൽ അധികം വരുന്നില്ല. മാസികകളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വരുന്നൊരു വാർത്തയാണ് സുശാന്ത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മരണം. ഒരു സിനിമാ നടനായിരുന്നു. അത് ആത്മഹത്യ ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് മാർക്കണ്ഡേയ കഡ്ജു എന്ന് പറയുന്ന നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്നു. ഇപ്പം അത് റിട്ടയർഡാണ്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം നോക്കി, സുശാന്തിന്റെ മരണത്തിന് ഇത്രയ്ക്ക് പ്രസക്തിയുണ്ടോ? അദ്ദേഹം പറയാണ്, ഞാനിത് കേട്ട് മടുത്തു. പത്രം എടുത്താലും വാർത്ത എടുത്താലും ഈ നടന്റെ മരണം മാത്രമേ പറയാനുള്ളൂ. പ്രിയ ചക്രവർത്തിയായിട്ടുള്ള ബന്ധവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത്ര പ്രസക്തിയുണ്ടോ? ഈ നാട്ടിൽ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അങ്ങനെ എത്രയോ കാര്യങ്ങൾ, വേറെ പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോവാം, കോവിഡ്. അന്നേരം ഈ നടന്റെ ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഈ ഫ്രിവലസ് ടോക്ക് എന്ന് ഇംഗ്ലീഷിൽ വാക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രിവലസ്നെസ് എന്ന് പറഞ്ഞാൽ ഈ കാര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കും പ്രയോജനമില്ല, നിങ്ങൾക്കും പ്രയോജനമില്ല, കേൾക്കുന്നവർക്കും പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ് ഫ്രിവലസ് ടോക്ക് എന്ന് പറയാം. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം സിനിമാ നടന്മാരെ കുറിച്ച്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചില പെൺകുട്ടികളെ കുറിച്ച് പറയാൻ എപ്പോഴും കേൾക്കാറില്ലേ, ക്ലാസ്സിൽ വന്നിട്ട് അവർ ചോദിക്കുന്നത്, ഈ മഞ്ജു വാര്യരുടെ മുടി ശ്രദ്ധിച്ചായിരുന്നോ, കെട്ടിയേക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ ദിവസം ഒരാളത്തെ തമാശ പറയാൻ പറഞ്ഞതാണ്. മഞ്ജു വാര്യരുടെ മുടിയെക്കുറിച്ച് 1.5 മണിക്കൂർ ചർച്ചയാണ് ക്ലാസ്സിലിരുന്ന്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺകുട്ടികൾ അത്ര അങ്ങോട്ട് തറയാകുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് അവരും പറഞ്ഞെന്ന് വരാം. എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്രിവലസ് ടോക്ക്. യാതൊരു കഥയില്ലാതെ നമ്മളെ ഒരു തരത്തിലും സഹായിക്കാത്ത കുറെ വർത്തമാനങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് കഡ്ജു പറയുന്നത്. പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട കുറേ നല്ല നല്ല വാർത്തകളുണ്ട്. മാതൃഭൂമി 27 അടിമ വ്യാപാര നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 23 അന്താരാഷ്ട്ര അടിമ നിരോധന നിയമമായിരുന്നു. അന്താരാഷ്ട്ര അടിമ നിരോധന നിയമം നിലവിൽ വന്ന ദിവസമാണ്. അപ്പോൾ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അതൊന്ന് വായിച്ചിരിക്കുന്നില്ല. നല്ലൊരു ലേഖനമാണ്. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്തത് ദ സ്റ്റോറി ഓഫ് ഇഡിയംസ്. ഇംഗ്ലീഷ് അല്പം താല്പര്യമുള്ളവർക്ക് വായിക്കേണ്ട നല്ലൊരു ലേഖനമാണ് ദ സ്റ്റോറി ഓഫ് ഇഡിയംസ് എന്ന് പറയും. പിന്നെ നമുക്ക് പഞ്ചായത്തിൽ എല്ലാ കാര്യത്തിനും പോകേണ്ട കാര്യമില്ല. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടും, ഡിജിറ്റലായിട്ട് കിട്ടും. അപേക്ഷ നമുക്ക് ഓൺലൈനിൽ കൊടുത്താൽ മതി. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണത്. പഞ്ചായത്ത് സേവനം വിരൽത്തുമ്പിൽ. പിന്നെ കഴിഞ്ഞ ദിവസം
നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് എഴുതുന്നയാളാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തൊക്കെയായിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിയമസഭയിൽ നടന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. വാൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പൊതുവിജ്ഞാനം. വാൽ നക്ഷത്രങ്ങൾ എന്താണ്? വിദ്യയിൽ, മാതൃഭൂമി വിദ്യയിലുണ്ട്. പിന്നെ ഈ ഒരാഴ്ചത്തെ അവധി, 6 ദിവസം തുടർച്ചയായിട്ട് അവധി, അത് മനുഷ്യനെ ആലസ്യത്തിലാക്കുന്ന. കഴിഞ്ഞ ദിവസം വേറെ വാർത്ത കാണാനിടയായി. അപ്പം ഈ ആഴ്ചത്തെ മുഴുവൻ അവധികളെക്കുറിച്ച് ഒരു വാർത്ത. ഇനി കാഞ്ഞിരപ്പള്ളി, ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനായതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയെക്കുറിച്ച് പറയാം. തേങ്ങാപ്പാരയ്ക്ക് 25 വയസ്സായി. തേങ്ങാ പൊതിക്കൽ എളുപ്പമാക്കി കേരളത്തിന്റെ സ്വന്തം കേരമിത്ര തേങ്ങാപ്പാരയ്ക്ക് പേറ്റന്റ് ലഭിച്ചത് 1995 ഓഗസ്റ്റ് 25-നാണ്. അത് കേരളത്തിന്റെ സ്വന്തം തേങ്ങാപ്പാരയാണ്. അതിന് പേറ്റന്റ് ഒക്കെ ലഭിച്ചു. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റണം, കേരമിത്ര എന്ന് പറയാൻ പറ്റണം. കേരമിത്ര. പിന്നെ എന്തുകൊണ്ടാണ് പാചകവാതത്തിന് മണം? അത് എന്തുകൊണ്ടാണ് മണം ഉണ്ടാകുന്നത്? ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? പഠിപ്പുരയിലുണ്ട് ഉത്തരം. വായിക്കാം. അടുത്തത് ഓണച്ചിന്തകൾ. വളരെ നല്ലതാണ്. ഇത് കാണാതെ പഠിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളോട് ഇത് ചോദിച്ച് സമ്മാനം കൊടുക്കണം, മിഠായി കൊടുക്കണം. എൻ്റെ അത്ര 5 ചോദ്യം ഉണ്ട് കേട്ടോ. 5 ചോദ്യം നല്ല ഓണവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. വിദ്യയിൽ ലിങ്കൊക്കെ താഴെ ഉണ്ടാവും, വായിച്ചോണം. പിന്നെ ഈ ആഴ്ച ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ മനോഹരമായ പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഈ ആഴ്ച മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ച് അല്പം അറിവ് ഞാൻ നേടുമെന്ന് തീരുമാനിക്കുക. മനോഹരമാണ് ആ പ്രസംഗം. ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർ പോലും കേട്ടിരിക്കും, അത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം. പിന്നെ ഈ പ്രാവശ്യത്തെ ബുക്കർ പുരസ്കാരം മരി കെ ലൂക്കാസ് റീൻവെന്റിനാണ്. സാഹിത്യം താല്പര്യമുള്ളവർ ആ വാർത്ത ഒന്ന് വായിച്ച് വെക്കുക. പിന്നെ അഡ്വക്കേറ്റ് കോളീശ്വരൻ രാജിന്റെ ലേഖനം എവിടെ കണ്ടാലും വായിക്കുന്ന ആളാണ്. നല്ല ലേഖനമാണെന്ന്, നല്ല അറിവുള്ള മനുഷ്യനാണെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന് തെറ്റ് തിരുത്തണമെന്ന പേരിലുള്ള ലേഖനമുണ്ട്. താല്പര്യമുള്ളവർ, സമയമുള്ളവർ വായിക്കുക. പിന്നെ ഒരു പൊതുവിജ്ഞാനമാണ് GV രാജ എന്ന വഴികാട്ടി. കേരള കായിക രംഗത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ആരെയാണെന്ന് നിങ്ങൾ സ്പോർട്സ് താല്പര്യമുള്ള ഒരാളോട് ചോദിച്ചു നോക്കി എന്ത് ഉത്തരം പറയുമെന്നറിയാം. ദേവതയാണ്, GV രാജ എന്ന് പറയുന്ന ആളെയാണ്. പിന്നെ പഠിപ്പുരയിലെ ആന്റൺ ചെക്കോഫ്, കഥകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ആളാണ് ആന്റൺ ചെക്കോഫ്. നല്ല ലേഖനമാണ്, വായിക്കാം. പിന്നെ ഊള നിഷ്കളങ്കത്വം. അതെന്താണ്? അങ്ങനെ ഒരു വാക്ക് മലയാളത്തിൽ ഞാൻ കൂട്ടിച്ചേർത്താണ്, ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിഷ്കളങ്കത്വം ഉണ്ട്, ഊള എന്ന വാക്കുമുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഗലിബിലിറ്റി. എന്താ ഗലിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഗലിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തോടെ പറയാം. ഇവിടെ ഒരു വാർത്ത കണ്ടോ? ശിവശങ്കറിനും സ്വപ്നയ്ക്കും വഴങ്ങേണ്ടി വന്നു എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്. വഴങ്ങുക, ഒരാൾക്ക് വഴങ്ങി കൊടുക്കുക. ശിവശങ്കറിനും സ്വപ്നയ്ക്കും വഴങ്ങേണ്ടി വന്നെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്? ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയുന്നത് എന്നോട് തെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ അവരെ പേടിച്ച് വഴങ്ങിക്കൊടുത്തു. ഇതിനെയാണ് നമ്മൾ ഗലിബിലിറ്റി എന്ന് പറയുന്നത്. ഊള നിഷ്കളങ്കത്വം. ഞാൻ നിഷ്കളങ്കൻ എന്ന് പറയാൻ പറ്റുമോ? ഒരാൾ നിങ്ങളോട് തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്കത് കഴിവില്ല, പറ്റുകയെന്ന് പറയാൻ കഴിവില്ല. നിങ്ങൾ ഉടനെ ISS പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗലിബിളാന്ന് പറയും, ഊള നിഷ്കളങ്കയാന്ന് പറയും, നിഷ്കളങ്കനാന്ന് പറയും. അപ്പം ഇതാണ് ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് പോലും അയാൾ വെറും ഊള നിഷ്കളങ്കത്വം കാണിച്ചു. ആ വാർത്തയുടെ അർത്ഥം അതാണ്. അങ്ങനെ നമുക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. തൻ്റെ ഇടത്തൂടെ മുഖത്ത് നോക്കി പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ പഠിക്കാം നമുക്ക്. പിന്നെ മഹത് വ്യക്തികളിൽ ഈ ആഴ്ച നമ്മൾ കാണുന്നത്, വായിച്ചിരിക്കുക, വിശദീകരിക്കാൻ പോകുന്നില്ല ഞാൻ. ഈ വ്യക്തിയെക്കുറിച്ച് മേജർ സാബിന്റെ ചെറുപ്പക്കാലത്തെ ഫോട്ടോ ഉണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. നല്ലൊരു ലേഖനം, വായിക്കാം. പിന്നെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, നമ്മളെ പലർക്കും പരിചയമില്ല, പക്ഷെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മഹാത്മാ അയ്യങ്കാളി. കാലത്തെ അതിജീവിച്ച സമരാഗ്നി, അതും വായിക്കണം. അതുകൂടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് സ്മിത പ്രകാശ് എഴുതിയിരിക്കുന്ന വില്ലുവണ്ടികളുടെ ഭാവി വഴികൾ എന്ന ലേഖനം കൂടെ വായിക്കുക. അയ്യങ്കാളിയെ കുറിച്ച് നല്ല ആശയം കിട്ടും. ഇതെല്ലാം നമ്മുടെ പൊതുവിജ്ഞാനത്തെ മാത്രമല്ല, പൊതുബോധത്തെയും നമ്മളെ വളർത്തും. പൊതുവിജ്ഞാനം മാത്രമല്ല, പിന്നെയോ പൊതുബോധം.
അത് പതുക്കെ പതുക്കെ വളർന്നു വരും. ചെറുപ്പത്തിൽ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അത് അത്യാവശ്യം വായിക്കാവുന്ന ഒരു 8ാം ക്ലാസ് മുതൽ തുടങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. പൊതുബോധവും ഉണ്ടാവും, പൊതുവിജ്ഞാനവും വരും. അല്ല, ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ച് വരും ഒരു ഊളകളായിട്ട് ഈ കൂവമണ്ടുവോ എന്ന് കേട്ടിട്ടില്ലേ, പൊട്ടക്കണ്ടിലെ തവളയെ പോലെ നമ്മളിങ്ങനെ ചുമ്മാ ജീവിച്ചു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് പരിസ്ഥിതി ശുചിത്വം, ഹൈജീൻ. അതുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു വാർത്ത, കുളിച്ച് കുട്ടപ്പനായ വരണമെന്ന് വിമാനത്തിലെ ജോലിക്കാരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വരുമ്പോൾ എങ്ങനെ വരണം? കുളിച്ച് കുട്ടപ്പനാകണം. നല്ല മുടിയൊക്കെ ഈരി, വേഷം, ഭാവം, ഡ്രസ് കോഡൊക്കെ അവർക്കുണ്ട്. അത് ഈ വിമാനത്താവളത്തിലുള്ളവരോട് മാത്രമല്ല, അല്ലെ പൈലറ്റിനോടും എയർ ഹോസ്റ്റേഴ്സിനോടും മാത്രമല്ല, നമ്മളോട് തന്നെ ഇത് പറയണം. നമ്മളെപ്പോഴും കുളിച്ച് കുട്ടപ്പനായി നടക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും കുളിക്കുക എന്നല്ല, അതിൻ്റെ ഉപരിയായിട്ട് ഒരു ഡ്രസ് കോഡ് നമുക്ക് വേണം. ഡീസൻ്റ് ആയിട്ട് നടക്കാനും ഡീസൻ്റ് ആയിട്ട് പെരുമാറാനും ഓരോരുത്തരത്ത് ചെല്ലുമ്പോൾ അതിന് വേണ്ട തക്കതായ വേഷം, കുളിച്ച് കുട്ടപ്പനാകുക, നല്ല ക്ലീനായിട്ട് നടക്കുക എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്. പിന്നെ ഒരു നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ മുഖം മറയ്ക്കാൻ മറ്റൊരു കാരണം മലയാള മനോരമയിലുണ്ട്. ലേഖനം വായിക്കാം, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആഴ്ച കാണുന്ന ഒരു ചിന്താവിഷയമുണ്ട്, ഇൻസ്പിറേഷണൽ തോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അതിതാണ് പശ്ചിമേഷ്യയിൽ സമവാക്യങ്ങൾ മാറുമ്പോൾ. കഴിഞ്ഞ ദിവസം ആരോണ്ട കുട്ടികൾ എന്നോട് ചോദിച്ചായിരുന്നു, അച്ഛാ എന്താണ് UAE എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി, അതിനെക്കുറിച്ച് പറഞ്ഞുതരാമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു. അപ്പം അങ്ങനെയുള്ളവർ അത് ലേഖനം ഒന്ന് മൊത്തം വായിക്കുക. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതിനകത്ത് ഈ UAE എന്ന് പറയുന്ന മുസ്ലിം രാജ്യം സാധാരണ ഒരു ഇസ്രയേൽ എന്ന് പറയുന്ന യഹൂദ രാജ്യവുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ UAE-യിലെ പ്രസിഡന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. നമ്മൾ ഇത്രയും നാളും വഴക്കുണ്ടാക്കിയിട്ട് എന്ത് നേടി? ഇസ്രയേലുമായി ഇത്രയും നാളും വഴക്കുണ്ടാക്കി, എന്നിട്ട് നമ്മൾ എന്ത് നേടി? ഇതൊരു ചോദ്യമായിരിക്കണം. ഇസ്രയേലിനെ നമുക്ക് വിടാം. നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ട് നമ്മൾ എന്ത് നേടി? നമ്മൾ തമ്മിൽ ചുമ്മാ വഴക്കുണ്ടാക്കിയിട്ട് എന്ത് നേടി? അത് മാത്രമല്ല കേട്ടോ, ചിലരുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് നേടി? ഇതും നമുക്ക് ചോദിക്കാം. 2 ചോദ്യം വരാം. ചിലരോട് മിണ്ടാതിരുന്നിട്ടും വഴക്കുണ്ടാക്കിയിട്ടും പിണങ്ങി നടന്നിട്ടും നമ്മൾ എന്ത് നേടി? അതോടൊപ്പം നമ്മൾ ചോദിക്കാം, ചിലരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയിട്ടും വർത്തമാനം പറഞ്ഞിട്ടും തോളെ കൈയിട്ട് നടന്നിട്ടും നമുക്ക് വല്ല നേട്ടം ഉണ്ടായോ? ഈ 2 ചോദ്യവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് നമ്മൾ ഇതാണ്, പ്രത്യേകിച്ച് കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. കേൾക്കുന്നുണ്ട് നിശബ്ദ സങ്കടം. ഈ കുട്ടികൾക്ക് ബധിരമൂക വിദ്യാർത്ഥികളാണ്. അവർക്ക് ഈ വിക്ടേഴ്സ് ചാനലിൽ നടക്കുന്ന ക്ലാസ്സുകളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ വിഷമത്തെക്കുറിച്ച് അതോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ചെവിയുണ്ട്, കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം നമ്മൾക്ക് എത്ര ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കുകയില്ല. കാരണം എന്താ? ഇവരെ വാർത്ത വായിച്ചിട്ട് വേണ്ടേ ചിന്തിക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ കൗതുക വാർത്ത ഔട്ട് ഓഫ് ദി ഓർഡിനറിയിൽ ഇന്ന് രസമെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു വാർത്തയാണ്, സങ്കടമുള്ള വാർത്തയാണെങ്കിൽ പോലും അതിനെ ഞാൻ ഔട്ട് ഓഫ് ദി ഓർഡിനറി ആയിട്ട് വെച്ചത്, കൗതുക വാർത്തയായിട്ട്. മെഡിക്കൽ കോളേജിൽ മൃതദേഹത്തിന് അടുത്ത് വെച്ച് കോവിഡ് രോഗികൾക്ക് ചായ നൽകി. സാധാരണ ഒരു മൃതദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൃതദേഹത്തിന്റെ അടുത്ത് വെച്ച് നമ്മൾ ചായ കുടിക്കാതിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, തോപ്രാംകുടി വെച്ച് ഒരു ദിവസം ഒരു വീട് ചെന്നപ്പോൾ അവിടെ കാർന്നവർ മരിച്ചിങ്ങനെ ഇതിൻ്റെ അകത്ത് കിടക്കുക, അവരുടെ ഹോളിനകത്ത്. അപ്പുറത്തിരുന്ന് അവിടെയുള്ളവരെല്ലാം ബോണ്ടായും ചായയൊക്കെ കഴിക്കുക, ആ വീട്ടിൽ തന്നെ ഇരുന്ന്. കാണാനിടയായ ഒരു കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില മനുഷ്യരും ജീവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കൗതുക വാർത്തയിൽ നോക്കിക്കേ, അദ്ദേഹം പാമ്പിനെ പിടിക്കാൻ പഠിക്കുക. അത് പരിശീലനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ വനം വകുപ്പിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം അതാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പം പഠിക്കുവാണ് പാമ്പെ അടിക്കരുത് എന്ന് നല്ല രസകരമായ ഒരു ഹെഡിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. കറിവേപ്പിനെ കുറിച്ച് കൊടുത്തേക്കുന്നുണ്ടോ? ലേലത്തിൽ പോകുന്ന ലക്ഷം കറിവേപ്പിന് പിന്നാലെ. ആ വാർത്തയിൽ നിന്ന് വായിച്ച്, ഒരു കറിവേപ്പിന്റെ വില 1,00,000 രൂപയാണ്. അതാണ് ഒരു വാർത്ത അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ എന്തൊരു മുടി, 92കാരൻ്റെ മുടിക്ക് നീളം 5 മീറ്റർ. ഇത് നമുക്കൊരു പാഠം പഠിക്കാനുണ്ടല്ലേ. ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്ത് നടക്കും. കാരണം അയാളുടെ മുടിക്ക് 5 മീറ്റർ നീളമാണ്. ഒരു പുരുഷനാണെന്ന് കൂടെ വിചാരിച്ചോണം. പിന്നെ ഇവിടെ വേറൊരു രസകരമായ ഒരു വാർത്ത ഇതാണ്. മൂത്രം ഒഴിച്ചതിനെ ചൊല്ലി തർക്കം, അടിപിടി, 3 പേർക്ക് പരിക്ക്.
ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഇല്ല. എന്ത് ചെയ്യും? അടുത്തത്, ആനകൾക്ക് വിഷാദരോഗമുണ്ട്. അതിന് മരുന്നായിട്ട് കൊടുത്തിരിക്കുന്നത് കഞ്ചാവെന്നാണ്. രസമല്ലേ? ആനകൾക്ക് വിഷാദരോഗം ഉണ്ടെന്ന്, മരുന്ന് കഞ്ചാവ്. പിന്നെ 1.25 നൂറ്റാണ്ടിന് മുമ്പ് 1882 വാർത്ത നോക്കി. തലയോലപ്പറമ്പ് ചന്തയിൽ ഈ മാസം 10 ഞായറാഴ്ച ഒരു ഇടി വെട്ടിയതിനാൽ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് മരിച്ചുപോയി. കുട്ടിക്ക് യാതൊരു ദോഷവും ഉണ്ടായില്ല. ഇത് വായിച്ച് ഇന്നത്തെ കാലത്ത് ചിലപ്പം നമ്മുടെ ആൾക്കാർ, വചനപ്രഘോഷകരൊക്കെ പറയും, എന്നാ പറയും, കുഞ്ഞ് നിഷ്കളങ്കയായിരുന്നുകൊണ്ട് ദൈവം രക്ഷിച്ചു, അമ്മ പാപം ചെയ്തുകൊണ്ട് ഒരുവിടെ മരിച്ചുപോയി എന്ന് പറയും. അങ്ങനത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞെന്ന് വരാം. ഏതൊക്കെയാലും ഇതൊരു വാർത്തയാണ്, 1.25 നൂറ്റാണ്ടിന് മുമ്പുള്ളൊരു വാർത്തയാണ്. പിന്നെ നിയമവുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധിക്കേണ്ട വാർത്ത ഇതാണ്. ഐസ്ക്രീമിന് 10 രൂപ കൂടുതൽ വാങ്ങി 2 ലക്ഷം രൂപ പിഴ കിട്ടും. നമുക്കപ്പം ഇങ്ങനെയുള്ള നിയമം ഉണ്ടെന്ന് നമ്മൾ പലർക്കും അറിയത്തില്ല. 10 രൂപ കൂടുതൽ വാങ്ങിയതാണ്. അങ്ങനെ ഒരുത്തൻ വാങ്ങിക്കാൻ പറ്റുകയില്ല. ഉപഭോക്തൃ നിയമം അനുസരിച്ച് കസ്റ്റമർ എന്ന നിലയിൽ നമ്മളോട് അനാവശ്യമായി പൈസ വാങ്ങിക്കാൻ കടക്കാരന് പറ്റുകയില്ല. 10 രൂപ കൂടുതൽ വാങ്ങുന്നതിന് 2 ലക്ഷം രൂപ അവന് പിഴ കൊടുത്തു. നമ്മളൊന്നും പിന്നെ അതിന് പുറകെ നടക്കാത്തതുകൊണ്ടും ഉപഭോക്താവ് അതിന് ശ്രമിക്കാത്തതുകൊണ്ടും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കുക. പിന്നെ മനഃശാന്തിയുമായി ബന്ധപ്പെട്ട് കൗമാര ആത്മഹത്യകൾ കൂടുന്നു. കൗമാര ആത്മഹത്യകൾ കൂടുന്നു. പ്രശ്നം മനഃശാന്തിയാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വികല വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഈ പ്രാവശ്യത്തെ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ 23 ഞായറുണ്ടായിരുന്നു. ഹെഡിങ് ശ്രദ്ധിച്ചോ? അയാൾ എൻ്റെ അച്ഛനെ തകർത്തു കളഞ്ഞു, ഇനി അയാൾ എൻ്റെ രാജ്യത്തെയും തകർക്കും. ആരാ പറയുന്നറിയാവോ? ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം അനിയന്റെ മകളായ പെൺകുട്ടിയാണ്. ആ കുട്ടി എഴുതിയിരിക്കുന്നതാണ് ഒരു പുസ്തകമായത്. അത് ശരിയോ തെറ്റോ നമുക്കറിയത്തില്ല. അതിലുപരിയായിട്ട് മേരി എൽ ട്രംപ് ഈ പുസ്തകം ഒന്ന് വായിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വികല വ്യക്തിത്വത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ശരിയോ തെറ്റോ നമുക്കറിയത്തില്ല. അപ്പോൾ പുസ്തകം വായിച്ചിരിക്കുക നല്ലതാണ്, അറിഞ്ഞിരിക്കാം. അതേസമയം പോസിറ്റീവായിട്ടുള്ള വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ കണ്ടത്, കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മാതൃഭൂമിയുടെ അടുത്തിടെ അന്തരിച്ച MP വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയാംസ് കുമാറിന്റെ അദ്ദേഹവുമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ ഹെഡിങ് ശ്രദ്ധിച്ച്, ക്രിയാത്മക ഇടപെടലുകളുടെ കയ്യൊപ്പുകൾ. അദ്ദേഹത്തൊക്കെ പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹം ഏത് കാര്യം ചെയ്യുമ്പോഴും വിഷയങ്ങളോട് ആഴത്തിലുള്ള ഒരു സമീപനം, സൂക്ഷ്മമായ വിശകലനം, പഠിച്ച ശേഷം മാത്രം അളന്നും തൂക്കിയുമുള്ള മറുപടികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല, പഠിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. അതിലുപരിയായിട്ട് സംസാരിക്കുമ്പോൾ, ഉത്തരം കൊടുക്കുമ്പോൾ അളന്നും തൂക്കിയും വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പറയുക. ഈ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, നമ്മൾ സൂക്ഷ്മമായിട്ടൊരു കാര്യം പഠിക്കാറുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് വിഷയങ്ങളോട് ചുമ്മാ സമീപിക്കുക, ആഴത്തെ സമീപിക്കുക, ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കും, കണ്ടതും കേട്ടതും വിളിച്ച് പറയുക. അതുകൊണ്ട് ആ ഒരു 3 വാക്ക് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കണം ജീവിതത്തിൽ. നമ്മുടെ വ്യക്തിത്വ വളർച്ചയ്ക്ക് ഇത് ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും ചുമ്മാതെ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ല, അങ്ങ് പറഞ്ഞു വിടുക വെറുതെ. ഒരു വിഷയവും ആഴത്തിൽ പഠിക്കാതിരിക്കുക, എല്ലാം ആഴത്തിൽ പഠിക്കുക. അതിനുശേഷം അളന്നും തൂക്കി സംസാരിക്കുക, പഠിച്ചതിന് ശേഷം സംസാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറേ കാര്യങ്ങളാണ് ശ്രേയാംസ് കുമാറിനെ കുറിച്ച് ആ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അതാണ് ഒരു വളർച്ച. വേറൊരു തമാശയുണ്ടല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർമാരുടെ കയ്യാങ്കളി. MBBS MD പഠിച്ചതുകൊണ്ടൊന്നും വ്യക്തിത്വം വളരുകയില്ല. അത് പുരുഷന്മാരെ സ്ത്രീകളാണെന്ന് വിചാരിക്കണം. ഒരു സ്ത്രീ ഡോക്ടറും ഒരു പുരുഷ ഡോക്ടറും തമ്മിലാണ് അനസ്തേഷ്യ കൊടുക്കുന്നതിന്റെ പേരിൽ ഈ അടിമാലിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ അടി വെച്ചത്. ആ വാർത്ത വായിക്കുക, രസകരമാണ്. ഡോക്ടറാന്ന് പറയുന്ന കാര്യമൊന്നുമില്ലല്ലോ. വ്യക്തിത്വം വളരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രവാചക ശബ്ദമാണ് പ്രോഫിറ്റ്. എന്താണ് പ്രവാചക ശബ്ദം എന്ന് പറഞ്ഞാൽ? അതിതാണ് പ്രവാചക ശബ്ദവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം. ശിവശങ്കറിനോ സ്വപ്നയ്ക്കും വഴങ്ങേണ്ടി വന്നുവെന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയാം. അപ്പൊ ഇത് നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യം ഇതാണ്. പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് പ്രോഫിറ്റ്, അഥവാ പ്രവാചകം എന്ന് പറയും. പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല, അതിനു പകരം അവർക്ക് വഴങ്ങേണ്ടി വരുന്നു. അത് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റാണെന്ന് വിചാരിക്കണം.
പലപ്പോഴും പല കാര്യങ്ങൾ, പല ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ചില പെൺകുട്ടികളുടെ ചില പ്രണയങ്ങൾ, ആവശ്യമില്ലാത്ത ചില സംസാരങ്ങൾ നമ്മൾ പലപ്പോഴും വേണമെന്ന് പറയാൻ പറ്റുകയില്ല. പറ്റേണ്ടടുത്ത് നമ്മൾ പറഞ്ഞിരിക്കണം. അത് ചില കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പം നമ്മൾ പറയും പറ്റിപ്പോയി എന്ന് പറയും, എനിക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഒന്നും പറയും. അങ്ങനെയല്ല, നമുക്ക് പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ ശക്തമായിട്ട്, പക്ഷെ പറയേണ്ട രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണുന്ന അടുത്തൊരു വാർത്ത, മതവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്ത. നന്നായിട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർ മാത്രം ഇത് വായിച്ചാൽ മതി. ദ റിട്ടേൺ ഓഫ് സുന്നി മെസ്സിയാനിസം. ഇത്ര കട്ടിയുള്ള ഇംഗ്ലീഷാണ്. പക്ഷെ ആരെങ്കിലും ഇത് കേൾക്കുന്നവർ അങ്ങനെ അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് മതവുമായി ബന്ധപ്പെട്ട് ഇത് വായിച്ച് മനസ്സിലാവും. ഈ മതങ്ങൾ പലപ്പോഴും നടത്തുന്ന ചില തട്ടിപ്പുകളും, അതോടൊപ്പം തന്നെ ഈ ഓരോ കാര്യം പറഞ്ഞ് 2-ാം വരവ്, 3-ാം വരവ്, 4-ാം വരവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ അഭ്യാസങ്ങളും ഒക്കെ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത് എഴുതിയിരിക്കുക. ഹാഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന ഒരു നല്ല ലേഖനമാണ്. പക്ഷെ നല്ല കട്ടി ഇംഗ്ലീഷുമാണ്, പറയാതിരിക്കാൻ പറ്റിയല്ല, പക്ഷെ നല്ലൊരു ലേഖനമാണ്. പിന്നെ ഇത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഈ പേരുകളൊക്കെ കേൾക്കാൻ രസമാണ്. പിന്നെ മണർകാട് പെരുന്നാളിന് ഓൺലൈനിൽ വിപുലമായ ക്രമീകരണമുണ്ട്. നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ പോകണം. തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, നേർച്ച വഴിപാടുകൾ ബാങ്ക് അക്കൗണ്ടിലൂടെ നടത്താം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നല്ല കാര്യമാണ്. ബാങ്ക് അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് നേർച്ചയും വഴിപാടുമൊക്കെ നടത്തി അനുഗ്രഹം പ്രാപിക്കാം. പിന്നെ കോവിഡ് ദൈവത്തിന്റെ പ്രവൃത്തി, നിർമ്മല സീതാരാമൻ. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കോവിഡ് ആരുടെ പ്രവൃത്തി? ദൈവത്തിന്റെ പ്രവൃത്തി. നിർമ്മല സീതാരാമൻ അവർ. പിന്നെ ആത്മവിമർശനവുമായി ബന്ധപ്പെട്ട് ഇൻട്രോസ്പെക്ഷൻ ഇംഗ്ലീഷിൽ പറയും. അത് സൗണ്ട് ആൻഡ് ഫ്യൂരി. ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ നടത്തേണ്ട ആത്മവിമർശനമുണ്ട്. നമ്മളെ തന്നെ എല്ലാ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കണം. മറ്റൊരാളെ നമ്മൾ വിമർശിക്കാൻ നോക്കിയിരിക്കേണ്ട, നമ്മളെ തന്നെ വിമർശിക്കണം. പല കാര്യങ്ങളും നമ്മളെ തന്നെ വിമർശിക്കുന്നതിനാണ് ആത്മവിമർശനം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു നല്ല ലേഖനമാണ് ഹിന്ദുവിലെ എഡിറ്റോറിയൽ. നല്ല ചില കാഴ്ചകൾ ഇതാണ്. നോക്കിയ കോവിഡിന്റെ ആകൃതി ഇട്ടിരിക്കുന്ന ഒരു അത്തപ്പൂവ്, കോവിഡിന്റെ ആകൃതി. പിന്നെ പഠിക്കുവാണ് പാമ്പെ, പാമ്പിനെ പിടിക്കുന്നു. അതൊരു പിന്നെ ഫോറസ്റ്റ് ഓഫീസർ. അപ്പം നിങ്ങൾ ഫോറസ്റ്റ് ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിശീലനമൊക്കെ നേടിയിരിക്കണം. പിന്നെ വണ്ണമുള്ളവരിൽ കോവിഡ് മരണത്തിന് സാധ്യതയേറെ. ആ ചേച്ചിയെ നോക്കുക, ചേച്ചിയുടെ വണ്ണം ഒന്ന് നോക്കുക. അങ്ങനെ വണ്ണമുള്ളവരിൽ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ചിത്രം എന്താ ഓർമ്മപ്പെടുത്തുന്നത്? രാവിലെ 2 സഹോദരിമാർ അവർ വെയിറ്റ് ചെയ്യുക. അവരെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് ഓണത്തിനുള്ള പെൻഷൻ വാങ്ങാൻ പോയിരിക്കുന്നവരാണ്. മണിക്കൂറുകളോളം ഇരിക്കുകയാണ്. അതിനുശേഷം വേണം അരി വാങ്ങിക്കാൻ. ഇങ്ങനെ കാഴ്ചകളും ഓരോ ദിവസവും കേരളത്തിലുണ്ട്, ലോകത്തുണ്ട്. ഞാൻ ചോറുണ്ടുമ്പോൾ ഞാൻ ഇതൊക്കെ ഓർക്കണം. ഞാനിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കണം. പിന്നെ ഉള്ളത് നോക്കി പുലികളി. തൃശ്ശൂർ പുലികളിയുടെ കേന്ദ്രമാണ്. പക്ഷെ അവിടെ ഈ പ്രാവശ്യം വെളിയിലിറങ്ങിയ പുലി കളിക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് അവർ കടയിൽ നിന്ന് സാധനം എടുത്തു കൊടുക്കുന്ന രസകരമായ ഒരു ചിത്രമാണ്. പിന്നെ നമുക്ക് വേദന തോന്നുന്ന നമ്മുടെ ആ പെട്ടിമുടിയിലെ കാഴ്ച. പിന്നെ വളരെ രസകരമായ ഒരു കാഴ്ച ഇതാണ്. പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുകയാണ്. ആസ്വദിക്കാൻ അകലെ നിന്ന്, അടുത്ത് പോയി തൊടാൻ പറ്റുകയില്ല, കാരണം കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട്. പക്ഷെ എന്ത് മനോഹരമായിട്ടാണ് ഈ ഓണക്കാലമായപ്പോഴേക്കും, പ്രത്യേകിച്ച് ആ 100 കണക്കിന് പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ ഓണക്കാലത്ത് കാണുന്നത് നോക്കുക, ശ്രദ്ധിക്കുക. സാമൂഹികവുമായി ബന്ധപ്പെട്ട സോഷ്യൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. നിങ്ങൾ ഇംഗ്ലീഷ് അത്യാവശ്യം വായിക്കുന്നവരാണെങ്കിൽ ഇത് വായിക്കേണ്ടത്. ഇത് മാതൃഭൂമിയിലെ ഇത് ഹിന്ദുവിലെ ഒരു വാർത്തയാണ്. ഇൻ ഇടുക്കി ലിവിങ് ഇൻ ഫിയർ ഓഫ് ലാൻഡ് സ്ലൈഡ്സ്. കുറെ പൊതുവിജ്ഞാനവും കിട്ടും, നല്ല ഭാഷയും കിട്ടും, പിന്നെ കുറെ അറിവും ഒക്കെ നമുക്ക് കിട്ടും, സാമൂഹിക അവബോധമൊക്കെ കിട്ടുന്ന നല്ലൊരു വാർത്തയാണ് ഈ ഒരു വാർത്ത ഹിന്ദുവിൽ. സാങ്കേതികതയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ നമ്മൾ ഈ ആഴ്ച ഓർക്കേണ്ട ഇതാണ്. ഹൗ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു ഓൾ ദ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഖനത്തിൽ പറയുന്ന കാര്യം ഇതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലപ്പത്തുള്ളവർ. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്, താല്പര്യമുള്ളവർക്ക് വായിക്കാം. പിന്നെ ഇന്ററാക്റ്റീവ് ഓൺലൈൻ ക്ലാസ്സിനുള്ള സോഫ്റ്റ്വെയർ ഉടൻ ടെക്ജൻഷ്യയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ഇന്ററാക്റ്റീവ് ഓൺലൈൻ ക്ലാസ്സിനുള്ള സോഫ്റ്റ്വെയർ ആണ്.
അപ്പം നമുക്ക് പരസ്പരം കാണാം, വർത്തമാനം പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം, സംവദിക്കാം. മിക്കവാറും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇന്ററാക്റ്റീവ് ഓൺലൈൻ ക്ലാസ്സിനുള്ള സോഫ്റ്റ്വെയർ അത് ഉപയോഗിക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പിന്നെ വേറൊരു വാർത്ത ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, വൈൻ രുചിക്കലിൽ സ്റ്റാർട്ടപ്പിൽ UST ഗ്ലോബലിന്റെ നിക്ഷേപം എന്ന് പറയും. അതായത് വൈൻ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വൈൻ നമുക്ക് വേണമെന്ന് വിചാരിക്കുക, നമ്മൾ ഒരിടത്ത് പോയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ചെറിയ കമ്പ്യൂട്ടർ വരും. 10 ചോദ്യം നമ്മളോട് ചോദിക്കും. നമ്മൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൻ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് കൊണ്ടും തരും. അത്രമാത്രമായി ടെക്നോളജിയുടെ പുരോഗതി. പിന്നെ സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇതാണ്. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തയാൾ വിവാഹം കഴിച്ചു മൊഴിയില്ലേ. 10 വയസ്സുകാരെ കല്യാണം കഴിച്ചു, അവളെ അയാൾ കുറേ ദിവസം ഉപയോഗിച്ചു, എന്നിട്ട് മൊഴിയില്ലേ എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തിന് കൊടുക്കുന്ന വില കണ്ടോ. ഒരു പെൺകുട്ടി എത്രമാത്രം അമൂല്യമായിട്ട് അവളെ കണക്കാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. വെറും 10 വയസ്സുള്ള കുട്ടി 10-30 വയസ്സുള്ളവരുത്തിന് കല്യാണം കഴിക്കുന്നു, കുറെ ഉപയോഗിക്കുന്നു, അതിനുശേഷം മൊഴിയെടുക്കുന്നു. ഒരു വാർത്ത നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കേണ്ട വില എത്രമാത്രമാണ് നമ്മൾ ചിന്തിക്കണം. അതേസമയം തൊട്ടടുത്ത് വളരെ നല്ലൊരു വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. പീഡനവീരനെ കൈകാര്യം ചെയ്ത വിദേശമില്ലത. സ്വാമിയുടെ വേഷത്തിൽ പീഡനവീരൻ ചെന്നു, ഒറ്റയടിക്ക് അവൾ കരാട്ടയൊക്കെ പഠിച്ചിരുന്നുകൊണ്ട് അവൻ ഇടപാട് തീർത്തു. രസകര വായിക്കാൻ രസമുള്ളൊരു വാർത്തയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ഒക്കെ, പെൺകുട്ടികളൊക്കെ ഇപ്പം കരാട്ടയൊക്കെ പഠിക്കുന്നത് എത്രയും നല്ലതാണെന്ന് ഈ വാർത്ത നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു ലക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഒരാഴ്ചത്തെ പത്രങ്ങളുമായിട്ട്. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരു ഹാപ്പി ഓണം കൂടെ വിഷ് ചെയ്യുന്നു അഡ്വാൻസ് ആയിട്ട്. നന്ദി, നമസ്കാരം.